നമസ്കാരം. നമ്മുടെ കുഞ്ഞനുജൻ യദു നിയമസഭാ ഡ്രൈവറായി ആദരപൂർവം താൽക്കാലിക നിയമനം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയതായി മീഡിയകളിൽ കണ്ടു. അത്ഭുതം തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ തനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ പ്രകോപിതയായി ലേശം തൻ്റെടമുള്ള ഒരു സാധാരണ സ്ത്രീയെ പോലെ റോഡിലിറങ്ങി ചോദ്യം ചെയ്ത രീതി അഹങ്കാരമായി ചിത്രീകരിക്കപ്പെട്ടത് കൊണ്ട് മാത്രം മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു മോശം വ്യക്തിയാണ് ഈ പറയുന്ന യദു എന്നാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു രാഷ്ട്രീയമല്ല, ഒരു സാധാരണക്കാരൻ്റെ വിലയിരുത്തലാണ്. അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇത് പറയാൻ യാതൊരുവിധ പൊതുബോധത്തെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഓൺലൈൻ പോർട്ടലുകളും ചാനലുകളും സോഷ്യൽ മീഡിയയും ഒന്നുമല്ല നമ്മുടെ നീതിബോധത്തെ നയിക്കേണ്ടത്. ഈ സംഭവത്തെ ആര്യയുടെ അഹങ്കാരമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ അന്ധമായ രാഷ്ട്രീയം ഒഴിവാക്കി ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം കാര്യത്തിന്റെ ഗൗരവം. തൃശ്ശൂരിൽ നിന്ന് നിറയെ യാത്രക്കാരുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട KSRTC ബസിന്റെ ഡ്രൈവറായ യദു തിരുവനന്തപുരം ഡിപ്പോയിൽ എത്തുന്നത് വരെ ഡ്രൈവർ സീറ്റിലിരുന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം പോലീസ് ആര്യയെ സംരക്ഷിക്കാൻ എഴുതിയ റിപ്പോർട്ടാണെന്ന്. എന്നാൽ ബസിന്റെ മുന്നിലിരുന്ന യാത്രക്കാരന്റെ മൊഴിയും അതാണ്. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയും ആ ബസ്സിന്റെ ഡ്രൈവർ ഇതുപോലെ ഫോൺ സംഭാഷണത്തിൽ മണിക്കൂറുകളോളം ശ്രദ്ധ കൊടുത്ത് ഡ്രൈവ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ അയാളോട് പറയില്ലേ ഫോൺ സംസാരം നിർത്തിയിട്ട് വണ്ടി ഓടിക്കാൻ? ഞാനാണെങ്കിൽ പറയും. ഫോണിൽ സംസാരം മുഴുകിക്കൊണ്ട് ഈ ട്രാഫിക്കിലൂടെ KSRTC പോലുള്ള വാഹനം കുത്തിക്കയറ്റി എത്രമാത്രം സുരക്ഷിതമായി ഓടിക്കാൻ പറ്റും? ആ ബസ് അപകടത്തിൽ പെടുകയും കൂടി ചെയ്താൽ അവന് നിങ്ങൾ പൂമാല കൊടുത്ത് ആദരിക്കുമോ? ആര്യ മേയറായി പോയതാണോ അവരുടെ തെറ്റ്? നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു പാർട്ടിയുടെ പ്രവർത്തകയാണെന്ന് വയ്ക്കാൻ വേണമെങ്കിൽ. എന്നാൽ ഇതേ സമാന പരാതി മുൻപ് റോഷ്നി എന്ന യുവതി തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ റൂട്ടിൽ ആ സമയം ബസ് ഓടിച്ചില്ല എന്ന പച്ചക്കള്ളം പറഞ്ഞാണ് ഇവൻ തടിതപ്പാൻ നോക്കിയത്. ഒടുവിൽ ഡിപ്പോയിൽ നിന്നുള്ള വിവരങ്ങളിൽ പ്രസ്തുത സമയം, പ്രസ്തുത റൂട്ടിൽ, പ്രസ്തുത ബസ്സിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് തെണ്ടിത്തരം കാണിച്ചത് ഇവൻ തന്നെയാണെന്ന് തെളിവ് സഹിതം, രേഖകൾ സഹിതം പുറത്തു വന്നപ്പോൾ ഇവന്റെ മിണ്ടാട്ടം മുട്ടി. ഇവനെ പിന്തുണച്ചവരുടെ ഈ കേസിൽ ഇവൻ നടത്തിയ പച്ചക്കള്ളം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംഭവത്തിലും ഇവന്റെ പങ്ക്. പരാതിക്കാരിയുടെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം വിഷയം നേരെ തലതിരിഞ്ഞുപോയി. മാത്രമല്ല, സംഭവം നടന്ന അത് ഡിപ്പോയിലെത്തിയ ബസ്സിൽ നിന്ന് അതിനു മുൻപ് തന്നെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ആരാണ് ഊരി മാറ്റിയത് എന്നറിയാൻ സാമാന്യ ബോധം മാത്രം മതി. അതായത് മീഡിയകൾക്ക് മുന്നിൽ നിഷ്കളങ്കനായി വന്നു നിന്ന് പൊതുബോധത്തെ സഹതാപത്തിൽ കുരുക്കിയ ലെവൻ ആള് ചില്ലറക്കാരനല്ല. ഈ വിഷയങ്ങൾക്കൊക്കെ മുൻപും ലെവനെതിരെ ഉണ്ടായിരുന്ന കേസുകൾ കൂടി എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതും സ്ത്രീകളുടെ പരാതി തന്നെ. പിന്നീട് അത് ഒത്തുതീർപ്പായി. പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ മൈലേജിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഇത്തരം തരികിടകൾക്ക് സർക്കാർ ചെലവിൽ ജോലി നൽകി ആദരിക്കുന്നത് കീഴ്വഴക്കമാക്കിയാൽ പിന്നീട് പലതും കാണേണ്ടി വരും. ഒരക്ഷരം ആർക്കും പറയാനും പറ്റില്ല. ഇനി മറ്റൊന്ന് വേണേൽ ചെയ്യാം. ഇവന്റെ തെറ്റിനൊരു മാപ്പ് എഴുതി വാങ്ങിച്ചിട്ട് KSRTCയിൽ തന്നെ ഇവന് ജോലി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഇവന് ജോലി കൊടുക്കാൻ ശുപാർശ ചെയ്ത ആരാണെന്നറിയാമോ? ചാണ്ടി ഉമ്മൻ ഇവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണോ ശുപാർശ ചെയ്തതെന്ന് പറയണം. വെറുതെ ആളാകാനും വലിയ ഗമ കാണിക്കാനും ഞാനാണ് വലിയവനെന്ന് കാണിക്കാനും ഒക്കെ ആണ് ചെയ്തതെങ്കിൽ ചാണ്ടി ഉമ്മ താങ്കൾക്ക് തെറ്റി. ഇവന് ഈ വിഷയം വന്നപ്പോൾ ആരാണ് ഇവനെ പിന്തുണച്ചു നിന്നത്? BJP-ക്കാർ. ഇവൻ BJP-യുടെ അനുഭാവിയാണ്. അങ്ങനെയുള്ള ഒരു BJP-ക്കാരന് ജോലി കൊടുക്കുന്നത് സതീശൻ സർക്കാരിന്റെ ഭൂഷണമായിരിക്കാം. പക്ഷേ ഒന്നോർക്കണം, നിങ്ങളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച നിഷ്കളങ്കരായ ഒട്ടേറെ ചെറുപ്പക്കാർ, ഹെവി ലൈസൻസ് ഉള്ളവരും അല്ലാത്തവരും, ബാഡ്ജുള്ളവരും അല്ലാത്തവരും ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരിൽ ആരെയെങ്കിലും ശുപാർശ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളെ മാനിച്ചേനെ. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ.